ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എക്സ് എന്ന് പറയുമ്പോൾ പഴയ ട്വിറ്റർ. ഇതിൽ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഓപ്പൺ ചെയ്യുക. എക്സ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ താഴെ ഫോൺ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യണം. അതും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഇമെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇമെയിലിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാണ് ആ ഒരു വെരിഫിക്കേഷൻ കോഡ്. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് വീണ്ടും എക്സിലോട്ട് വന്നിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഡിംഗ് എന്നുള്ളത് കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നമ്മളോട് പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ ഫോട്ടോ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗാലറിയിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഗാലറിയിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അതിന് ചൂസ് എക്സിസ്റ്റിംഗ് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. എന്നിട്ട് ഗാലറിയിൽ നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്തായാലും അത് കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം കൊടുക്കാം, അല്ല ഓൾറെഡി അവിടെ വന്നിട്ടുള്ള യൂസർ നെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോൺടാക്ട്സിൻ്റെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എലോ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എക്സിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് സജസ്റ്റഡ് ഫോളോവേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇനി അവരെ ഫോളോ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ അടിക്കാം, അല്ല വേണമെന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത പേജിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഇംഗ്ലീഷും മലയാളവും സെലക്ട് ചെയ്യുകയാണ്. കൂടുതൽ ലാംഗ്വേജസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇതിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എക്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സിൽ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.